നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർലമെന്റ് പ്രതിഷേധത്തിന് കാരണം സർക്കാർ നയങ്ങളോടുള്ള എതിർപ്പെന്ന് പ്രതികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രതികൾ പരിചയപ്പെട്ടത് ഫേസ്ബുക്കിലൂടെയാണ്. ഭഗത് സിംഗ് എന്ന ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു ഇവരെന്ന് പോലീസ് വ്യക്തമാക്കി. ഭഗത് സിംഗിനെ പോലെ ഭരണകൂടത്തിന് മറുപടി നൽകാൻ ശ്രമിച്ചു എന്ന് പ്രതികൾ പറയുകയുണ്ടായി. ജനുവരി മുതൽ പദ്ധതിയുടെ ആലോചന തുടങ്ങി. മനോരഞ്ജൻ മൺസൂൺ സമ്മേളനത്തിനിടെ പാർലമെന്റിൽ സന്ദർശകനായി എത്തി. പ്രാദേശിക എംപിയായ പ്രതാപയുടെ സ്റ്റാഫ് വഴി പാസ് എടുത്തു. ഈ പ്രതികളെല്ലാം ദില്ലിയിലെത്തിയത് വിവിധ ട്രെയിനുകളിൽ 3 ദിവസം മുൻപാണ്. വിശാൽ ശർമ്മ ഇവരെ ഗുരുഗ്രാമിലെത്തിച്ചു. ലളിത് ഝാ പ്രതിഷേധം ഇൻസ്റ്റഗ്രാമിൽ തത്സമയം നൽകി. കർഷക സമരം, മണിപ്പൂർ വിഷയങ്ങളെ എതിർപ്പ് പ്രതിഷേധ കാരണമായി മാറി. ലളിത് ഝായ്ക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പ്രതികളെ ഇന്നും ചോദ്യം ചെയ്യും. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്രം വീക്ഷിക്കുന്നത്. സംഭവം അന്വേഷിക്കാൻ സമിതി രൂപീകരിച്ചിരിക്കുകയാണ് കേന്ദ്രം. അന്വേഷണം നടക്കുന്നത് CRPF DG അനീഷ് ദയാൽ സിംഗിന്റെ നേതൃത്വത്തിലാണ്. വീഴ്ച പരിശോധിച്ച് തുടർ നടപടി സമിതി നിർദ്ദേശിക്കാൻ തയ്യാറെടുക്കുകയാണ്. അമിത്ഷാ മറുപടി പറയണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ആളുകളെ കൃത്യമായി മനസ്സിലാക്കി മാത്രമേ പാസ് നൽകാവൂ എന്നതാണ് നിർദ്ദേശമെന്നിരിക്കെ മൈസൂരു MP പ്രതാപ് സിൻഹയും ചോദ്യത്തിന്റെ നിഴലിലാകുകയാണ്. രാജ്യസുരക്ഷയുടെ പേരിൽ മഹുവ മൊയ്ത്രയെ പുറത്താക്കിയ സർക്കാർ മൈസൂരു MPയെ പുറത്താക്കുമോ എന്ന ചോദ്യവും പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞു. രാഷ്ട്രപതിയെ കാണാൻ തയ്യാറെടുത്തും ഇന്ത്യ സഖ്യം യോഗം വിളിച്ചും തുടർ നീക്കങ്ങൾക്ക് പ്രതിപക്ഷം തയ്യാറെടുക്കുകയാണ്. ഈ സംഭവത്തെ നിസാരവൽക്കരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അക്രമികൾക്ക് പാസ് നൽകിയ BJP MPയെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സുരക്ഷാ വീഴ്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നുമുള്ള ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കി. ഒരു പ്രതിപക്ഷ MP ആയിരുന്നു പാസ് നൽകിയിരുന്നതെങ്കിൽ സ്ഥിതി എന്താകുമായിരുന്നു എന്ന ചോദ്യവും ശക്തമാക്കുകയാണ്. പുതിയ മന്ദിരത്തിൽ പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ സംഭവം ആ ധാരണയൊക്കെ മാറ്റിമറിച്ചിരിക്കുകയാണ്. എന്നാൽ അതൊന്നുമല്ല എന്ന് വരുത്താനുള്ള ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നതെന്ന ചോദ്യം പ്രതിപക്ഷം ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്പീക്കറുടെ പ്രതികരണം ഇങ്ങനെയാണ്: വെറും പുക മാത്രമാണ്, പേടിക്കാനൊന്നുമില്ല. പ്രതികളെ പിടികൂടി കഴിഞ്ഞല്ലോ. എന്നാൽ 5 വലയം സുരക്ഷാ പരിശോധന പൂർത്തിയാക്കിയ അക്രമികൾ എങ്ങനെ അകത്തു കടന്നു എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.